നമ്മൾ 3ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട, അതായത് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നോക്കൂ മക്കളെ, ആദ്യം കൊടുത്തിരിക്കുന്നത് ഒരു ചിത്രമാണ്. ആ ചിത്രം നോക്കി എഴുതാനുള്ള കാര്യങ്ങളാണ്. ആതിരയുടെ വീടിനടുത്തുള്ള കുളത്തിലെയും കുളത്തിൻ്റെ പരിസരത്തുള്ള താമസക്കാരുമാണ് ചിത്രത്തിലുള്ളത്. ചിത്രം നോക്കി ആരൊക്കെയാണെന്ന് കണ്ടെത്തൂ. അവരുടെ പേരുകൾ അക്ഷരമാലാക്രമത്തിൽ എഴുതൂ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ കുളത്തിൽ കാണുന്ന കുളത്തിൽ ആരൊക്കെയാണുള്ളതെന്ന് അവരുടെ പേരുകൾ അക്ഷരമാലാക്രമത്തിൽ എഴുതാനാണ് പറയുന്നത്. അതായത് ആ ഇ ഈ ഉ അക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആരൊക്കെ ഉണ്ടെന്ന് തന്നെ നിങ്ങൾ ആദ്യം നോക്കണം. ആരൊക്കെയാണുള്ളത്? കൊക്കുണ്ട് അല്ലേ? കൊക്കുണ്ട്. പിന്നെ ആരാണുള്ളത്? അതാ തവളയുണ്ട്. തവള. നെക്സ്റ്റ് പിന്നെ ആരാണ്? പൊന്മാനുണ്ട്. പൊന്മാൻ. പിന്നെ ആരാണ്? ഞണ്ടുണ്ട്. ആമയുണ്ട്. ആമ. പിന്നെ ആരാണ്? നീർക്കോലി. പാമ്പുണ്ട് അല്ലേ? നീർക്കോലി. പിന്നെ ആരാണ്? ഇത്രയൊക്കെയാണ് ഉള്ളത് അല്ലേ? ഇനി ഇവരുടെ അക്ഷരമാലാക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അക്ഷരമാലാക്രമത്തിൽ എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം എപ്പോഴും ഏതാ വരുന്നത്? നമ്മുടെ ഇല്ല. പിന്നെയുള്ളത് ഏതാണ്? ആയാണ്. അപ്പം ആദ്യം വരുന്ന ആളാരായിരിക്കും? ആമ അല്ലേ? ആമ കഴിഞ്ഞിട്ട് പിന്നെ വേറെ അക്ഷരങ്ങളൊന്നുമില്ല. പിന്നെ ഇനി നോക്കൂ, പിന്നെ ഏതക്ഷരം വന്നെ? കായിടെയാണ് വന്നത് അല്ലേ? അപ്പം അടുത്ത ആളാരാണ്? കൊക്ക്. കൊക്കിന് ശേഷം പിന്നെ വരുന്ന കൈക്കങ്ങ. പിന്നെ ഏതാണ്? ഞായാണ് വരുന്നത്. ഞണ്ട് അല്ലേ? പിന്നെ ഞണ്ട്. പിന്നെ ആരാണ്? ഞണ്ട് കഴിഞ്ഞാൽ പിന്നെ തായ അല്ലേ? താ വച്ചിട്ട് തവള. പിന്നെ താഴെ വരുന്നുണ്ട്. നീർക്കോലി അല്ലേ? നീർക്കോലി. ഇതുപോലെ അക്ഷരമാലാക്രമത്തിൽ എഴുതുക. നീർക്കോലി. അതിന് ശേഷം ആരാണ് വരുന്നത്? പൊന്മാൻ അല്ലേ? ലാസ്റ്റാണ് ആര് വരുന്നത്? പൊന്മാൻ. അപ്പം നമ്മളെങ്ങനെ അക്ഷരമാലാക്രമത്തിൽ എഴുതിയത്? ആമ, കൊക്ക്, ഞണ്ട്, തവള, നീർക്കോലി, പൊന്മാൻ. ഇങ്ങനെ അക്ഷരമാലാക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കിയ മക്കളെ, അനുഭവക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞത്. ആതിര സ്കൂൾ വിട്ടു വന്നാൽ സ്കൂളിലെ വിശേഷങ്ങളെല്ലാം മുറ്റത്തെ ചെടിയിൽ കൂടുകൂട്ടിയ കുഞ്ഞിക്കുരുവിയോടും മക്കളോടും പറയും. എന്തൊക്കെയാവും അവൾ പറയുക? നിങ്ങളുടെ സ്കൂൾ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? കുരുവിയോട് പറയുന്നതായി സങ്കല്പിച്ചെഴുതുക. അപ്പം നിങ്ങളുടെ അനുഭവം നിങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കുരുവിയോട് പറയുന്നതായിട്ട് സങ്കല്പിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ ഇഷ്ടംപോലെ സംഭവങ്ങൾ സ്കൂളിൽ നടക്കുന്നുണ്ടാവില്ലേ? അപ്പം അതൊക്കെ കോർത്തിണക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വിശേഷങ്ങളായിട്ട് കുരുവിയോട് പറയുക. ഈ കുരുവി, ഞാൻ ഇന്ന് എന്താണ്, ഞങ്ങളുടെ സ്കൂളിൻ്റെ മുറ്റത്ത് ഒരു എലിഞ്ഞി മരമുണ്ട്. അതിൻ്റെ ചുവട്ടിൽ നിറയെ പൂക്കൾ കിടക്കുന്നുണ്ടായിരുന്നു. ഇൻ്റർവെൽ സമയത്ത് ഞങ്ങൾ പൂക്കളൊക്കെ പെറുക്കിയെടുത്ത് മാല കോർക്കും, പിന്നെ കളിക്കും, മഞ്ചാടിക്കുരുകൾ പെറുക്കും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. പിന്നെ പാട്ടും കഥകളും കവിതകളൊക്കെ നല്ല രസമായിട്ട് ടീച്ചർ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അതുപോലെ മലയാളം, ഞാൻ ഉണ്ടാക്കിയ മാല ഞാൻ എൻ്റെ മലയാളം ടീച്ചർക്ക് കൊടുത്തു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങളുടെ ടീച്ചറെ. പിന്നെ ഞങ്ങളുടെ ടീച്ചർമാരെ നല്ല രസമായിട്ടാണ് ഞങ്ങൾ കണക്കും മലയാളവും ഇംഗ്ലീഷും എല്ലാം നല്ല രസമായിട്ടാണ് ഞങ്ങൾ ടീച്ചർ പഠിപ്പിക്കുന്നത്. പിന്നെ നല്ല രസമായിട്ട് പാട്ടും കഥകളും കവിതകളൊക്കെ നല്ല രസമായിട്ടാണ് ടീച്ചർ ഞങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. പിന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ ടീച്ചർമാർ ക്ലാസ് എടുത്തു തരും. സ്കൂളിന് പുറത്ത് കൊണ്ടുപോയിട്ട് ഞങ്ങൾ ക്ലാസ്സുകൾ എടുത്തു തരും. പിന്നെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സ്കൂളിലെ വിശേഷങ്ങളും സ്കൂളിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ കുരുവിയോട് പറയുന്നതായിട്ട് സങ്കല്പിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ, വരികൾ എഴുതാം. അതായത് മുറ്റത്തിനരികിൽ നിൽക്കുന്ന ചെമ്പരത്തിയെക്കുറിച്ച് ആതിര എഴുതിയ കവിതയിലെ വരികൾ നോക്കൂ. കൂടുതൽ വരികൾ എഴുതി ചേർത്ത് കവിത പൂർത്തിയാക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെമ്പരത്തി പൂവിനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ഭാഷയിൽ കവിത എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ ഇവിടെ കാണിച്ചു തരാം. ചന്തമേറുന്നൊരു ചെമ്പരത്തി, ചെമ്പട്ടൊടുത്തൊരു ചെമ്പരത്തി. ഇനി മക്കൾക്ക് ഇഷ്ടമുള്ള പോലെ ചെമ്പരത്തിയെ വർണ്ണിക്കാൻ പറ്റുന്ന രീതിയിൽ മക്കൾക്ക് ഇഷ്ടമുള്ള ലൈനുകൾ എഴുതാം കേട്ടോ. അപ്പം ഞാൻ എഴുതിയേക്കണം എന്താ നോക്കി. ചെമ്പരത്തിക്ക് നിറം ആര് നൽകി? ആരാണ്?
ചെമ്പരത്തിക്ക് നിറം ആരു നൽകി? ചെന്തി പോലുള്ള പുലരിയാണോ? പൂമ്പാറ്റയും വന്നു പൂത്തുമ്പിയും വന്നു പൂന്തേനും പൂമ്പൊടിയും നൽകി പൂവ്. നിങ്ങൾക്കിതുപോലെ എന്ത് വേണമെങ്കിലും അറിയാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെമ്പരത്തിയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ കവിതകൾ എഴുതുക, ലൈൻ എഴുതുക. ഇനി ആക്ടിവിറ്റി 4 നോക്കൂ. പോസ്റ്റർ തയ്യാറാക്കുക. പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പോസ്റ്ററിൽ നിങ്ങൾക്ക് പടമൊന്നും തന്നിട്ടില്ലെങ്കിൽ പടം നിങ്ങൾ ആഡ് ചെയ്ത് പിക്ചറുകൾ എന്തെങ്കിലും ചിത്രങ്ങളും കൂടെ കൂടി നിങ്ങൾ അതിനകത്ത് ആഡ് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ കേട്ടോ, എഴുതാൻ. ഇതിൽ പിക്ചർ ഇപ്പോൾ തന്നിട്ടുണ്ട്. അമ്മൂമ്മയും അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും ഈച്ച പൂച്ച പൂമ്പാറ്റ കോഴി ഉറുമ്പ് പാമ്പ് ഇതെല്ലാം ചേരുന്നതാണ് ആതിരയുടെ വീട്. എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് എന്ന ആശയം വരുന്ന ചിത്രം നോക്കൂ. അനുയോജ്യമായ പോസ്റ്റർ വാക്യം എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് നിങ്ങൾ ഭൂമിയുടെ അവകാശികൾ നമ്മൾ പഠിച്ചതാണല്ലേ, ആരുടെയാണ്? ബഷീറിൻ്റെ അല്ലേ, വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. പിക്ചറൊന്നും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പിക്ചറും കൂടെ വരയ്ക്കണം. ഇതിലിപ്പോൾ എന്താണ്, നിങ്ങൾക്ക് പിക്ചറുകൾ തന്നിട്ടുണ്ട് അല്ലേ, എന്താ. അപ്പോൾ നിങ്ങൾ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്ററിൽ ചേർക്കാനുള്ള വാചകങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ നമ്മൾ എഴുതും? നമ്മുടെ ഭൂമി എല്ലാവരുടെയും വീട്. നമ്മുടെ ഭൂമി എല്ലാവരുടെയും വീടാണ്. പിന്നെ എല്ലാവരും ഭൂമിയുടെ മക്കളാണ്. എല്ലാവരും ഭൂമിയുടെ മക്കളാണ്. ഇനി വേറെ വല്ലതും നിങ്ങൾക്കറിയാമെങ്കിൽ അതൊക്കെ എഴുതാം അല്ലേ. ഉറുമ്പും പാറ്റയും കോഴിയും പാമ്പും ഒക്കെ എന്താണ്? ഭൂമിയുടെ അവകാശികളാണ്. എല്ലാവരും ഭൂമിയുടെ, ഇതിൽ തന്നെ ഉണ്ട് ഒരു വാക്ക്, എല്ലാവരുടെയും ഭൂമിയുടെ അവകാശികൾ. എല്ലാവരും ഭൂമിയുടെ അവകാശികൾ. അപ്പോൾ അത് തന്നെ നിങ്ങൾക്ക് എടുത്ത് ഈ പോസ്റ്ററിലേക്ക് എഴുതാം അല്ലേ. എല്ലാവരും ഭൂമിയുടെ അവകാശികൾ. അങ്ങനെ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ കാണുന്ന വാക്കുകൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പോസ്റ്റർ നോക്കി എഴുതാം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ മക്കളെ? ഇനി 5ാമത്തെ ആക്ടിവിറ്റി നോക്കൂ. വായിക്കാം എഴുതാം. ആതിര കൂട്ടുകാരിക്ക് എഴുതിയ കത്ത് വായിക്കുക. സ്ഥലം തീയതി. അപ്പോൾ ആതിരയുടെ കത്ത് വായിക്കുക നമ്മൾ. പ്രിയപ്പെട്ട സാരംഗി, നിനക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പഠനം നന്നായി നടക്കുന്നോ? ഇന്ന് ഞങ്ങളുടെ മലയാളം ക്ലാസ്സിൽ മോഹനകൃഷ്ണൻ കാലടിയുടെ ഒരു കവിത പഠിപ്പിച്ചു. റൊട്ടി എന്നാണ് കവിതയുടെ പേര്. കവിത പഠിച്ചപ്പോൾ നിന്നോട് അതേക്കുറിച്ച് പറയണമെന്ന് തോന്നി. വിശപ്പ് കൊണ്ട് ഒരു കുട്ടി റൊട്ടി മോഷ്ടിക്കുന്നതും അവന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളുമാണ് ഈ കവിത. നമ്മളെപ്പോലെ സ്കൂളിൽ പോകാൻ കഴിയാത്ത എത്രയോ കുട്ടികളാണുള്ളത്. അപ്പം ആതിര തൻ്റെ കൂട്ടുകാരിക്ക് എഴുതിയ ഒരു കത്താണ്. ഏതുമായി ബന്ധപ്പെട്ടാണ്? അവരുടെ മലയാളം ക്ലാസ്സിൽ മോഹനകൃഷ്ണൻ കാലടിയുടെ പഠിപ്പിച്ച കവിതയുമായി ബന്ധപ്പെട്ട്. ഏത് കവിതയാണ്? റൊട്ടിയും എന്ന കവിതയുമായി ബന്ധപ്പെട്ടിട്ട് ആ കുട്ടിക്ക് തോന്നിയ ഒരു കാര്യം അവളുടെ കൂട്ടുകാരോട് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കുക. ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത കുട്ടികളുമുണ്ട്. ലോകത്ത് 800 കോടിക്ക് മുകളിൽ ജനങ്ങളുണ്ട്. അതിലേതാണ്ട് 82 കോടി ആളുകൾ വിശക്കുന്ന വയറുമായാണ് ഉറങ്ങാൻ പോകുന്നത് എന്ന് ടീച്ചർ പറഞ്ഞു. അത് കേട്ടപ്പോൾ സങ്കടമായി. എല്ലാവർക്കും ആവശ്യത്തിന് കഴിക്കാനുള്ളത് ഈ ഭൂമിയിലുണ്ട്. പക്ഷെ കുറേ പേർ ഭക്ഷണം പാഴാക്കുന്നു. ഇങ്ങനെ പാഴാക്കുന്ന ഭക്ഷണം മതി ഒരുപാട് പേരുടെ വയറ് നിറയ്ക്കാൻ. ഉച്ച ഭക്ഷണ സമയത്ത് തന്നെ എത്രമാത്രം ഭക്ഷണമാണ് സ്കൂളുകളിൽ നമ്മൾ പാഴാക്കി കളയുന്നത്. ഇനി മുതൽ ഭക്ഷണം പാഴാക്കില്ല എന്ന് നമുക്ക് തീരുമാനമെടുക്കണം. ആർക്കും വിശക്കാത്ത നല്ല നാളുകൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കാം. വിശപ്പ് കൊണ്ട് മോഷ്ടിക്കേണ്ടി വരുന്ന കുട്ടികളെക്കുറിച്ച് ഓർക്കാനേ വയ്യ. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ഭക്ഷണം മോഷ്ടിക്കുന്നത് അത്രയും ഗതികെട്ട അവസ്ഥയിലായതുകൊണ്ടാവില്ലേ. അപ്പോൾ വിശപ്പ് രഹിത നാടിനായി നമ്മളാൽ കഴിയുന്നത് നമുക്ക് ചെയ്യാം. സ്നേഹപൂർവ്വം ആതിര. അപ്പോൾ ആതിര തൻ്റെ കൂട്ടുകാർക്ക് എഴുതിയ കത്താണ്. റൊട്ടി എന്ന അവളുടെ കഥ അവളുടെ സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ചപ്പോൾ അവൾക്ക് അതിൽ നിന്ന് തോന്നിയ കാര്യങ്ങൾ വെച്ചിട്ട് അവൾ കൂട്ടുകാരിക്ക് അത് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇത് താഴെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നോക്കി നിങ്ങൾ ആൻസേഴ്സ് എഴുതുക. കുട്ടി റൊട്ടി മോഷ്ടിച്ചത് എന്തിനാണ്? അമ്മയ്ക്ക് കൊടുക്കാൻ. വിശപ്പ് കൊണ്ട്. ഉച്ചഭക്ഷണത്തിന് കൊതി തോന്നിയിട്ട്. എന്തുകൊണ്ടാണ്? വിശപ്പ് കൊണ്ട്. അപ്പോൾ നിങ്ങളത് എടുത്ത് എഴുതുക. എന്തുകൊണ്ടാണ് കുട്ടി റൊട്ടി മോഷ്ടിച്ചത്? വിശപ്പ് കൊണ്ട്. 2ാമത്തെ ക്വസ്റ്റ്യൻ. എങ്ങനെയുള്ള നല്ല നാളുകളാണ് ആതിര ആഗ്രഹിക്കുന്നത്? എല്ലാവരും സ്കൂളിൽ പോകുന്ന എങ്ങനെയുള്ള നാളുകളാണ് ആഗ്രഹിക്കുന്നത്? എല്ലാവരും സ്കൂളിൽ പോകുന്ന, ആരും ഭക്ഷണം പാഴാക്കാത്ത, ആർക്കും വിശക്കാത്ത, എല്ലാവരും ചിരിക്കുന്ന. ഏതാണ് അവൾ ആഗ്രഹിക്കുന്നത്? ആർക്കും വിശക്കാത്ത അല്ലേ, ആർക്കും വിശക്കാത്ത ഒരു
നല്ല നാളുകളാണ് അവൾ ആഗ്രഹിക്കുന്നത്. ആർക്കും വിശക്കാത്ത. അപ്പം അതെടുത്ത് എഴുതുക. അത് പാരഗ്രാഫ് വായിച്ചിട്ട് വേണം നിങ്ങളത് ആൻസറുകൾ എഴുതാൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദുരനുഭവം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത്? ദുരനുഭവം എന്നുള്ളതിന് എന്താണ്? നല്ല അനുഭവം എന്നാണോ, വേദനിപ്പിക്കുന്ന അനുഭവം എന്നാണോ, മറക്കാനാവാത്ത അനുഭവം എന്നാണോ, മോശം അനുഭവം എന്നാണോ? ദുരനുഭവം എന്ന് വെച്ചാൽ മോശം അനുഭവം എന്നാണ് കേട്ടോ. എന്താണ്? മോശം അനുഭവം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എന്തിനെക്കുറിച്ച് ഓർക്കാനേ വയ്യ എന്നാണ് ആതിര പറയുന്നത്? വിശപ്പ് കൊണ്ട് മോഷ്ടിക്കേണ്ടി വരുന്ന കുട്ടികളെക്കുറിച്ച്, സ്കൂളിൽ പോകാത്തവരെക്കുറിച്ച്, ഭക്ഷണം പാഴാക്കുന്നവരെക്കുറിച്ച്, ഭക്ഷണം മോഷ്ടിക്കുന്ന മുതിർന്നവരെ കുറിച്ച്. അപ്പോൾ ആരെക്കുറിച്ച് ഓർക്കാനേ വയ്യ എന്നാണ് കുട്ടി പറയുന്നത്? വിശപ്പ് കൊണ്ട് മോഷ്ടിക്കേണ്ടി വരുന്ന കുട്ടികളെ ഓർത്തിട്ടാണ്. ഇതാണ് ശരിയായ ആൻസർ. വിശപ്പ് കൊണ്ട് മോഷ്ടിക്കേണ്ടി വരുന്ന കുട്ടികളെ ഓർത്തിട്ടാണ്, മോഷ്ടിക്കേണ്ടി വരുന്ന കുട്ടികളെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഓർക്കാനേ വയ്യ എന്ന് പറയേണ്ടത്. മോഷ്ടിക്കേണ്ടി വരുന്ന കുട്ടികളെ ആലോചിച്ചിട്ട്, കുട്ടികളെ കുറിച്ച്. ഇങ്ങനെ പാരഗ്രാഫിൽ നിന്ന് ആൻസറുകൾ എടുത്ത് എഴുതുക. നെക്സ്റ്റ് 6th ആക്ടിവിറ്റി 6 സംഭാഷണം തയ്യാറാക്കുക. 6ാമത്തെ ആക്ടിവിറ്റി എന്താണ്? സംഭാഷണം തയ്യാറാക്കാനാണ്. ഇവിടെ നോക്കൂ, ചിത്രം നോക്കൂ. പൂമ്പാറ്റയും കുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ്. നിങ്ങൾ സങ്കല്പിച്ച് എഴുതണം. നിങ്ങൾക്ക് എന്താണോ പിക്ചർ നോക്കുമ്പോൾ തോന്നുന്നത് അത് സങ്കല്പിച്ച് എഴുതാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ എഴുതിയിരിക്കുന്ന ഒരു മോഡൽ കാണിച്ചു തരാം. കുട്ടി ചോദിക്കണം, നിന്നെ കാണാൻ നല്ല ഭംഗിയാണല്ലോ, ഈ ഉടുപ്പ് നിനക്ക് എങ്ങനെ കിട്ടി? അപ്പോൾ പൂമ്പാറ്റ പറയാണ്, എനിക്ക് പ്രകൃതിയമ്മ തന്നതാ. അപ്പോൾ കുട്ടി എന്ത് ചെയ്യും? നീ എന്തിനാ പാറി പിറക്കുന്നേ? നിനക്ക് വിശക്കുന്നുണ്ടോ? അപ്പോൾ പൂമ്പാറ്റ പറയും, ഇല്ല, ഞാൻ തേൻ കുടിച്ചു. ഞാൻ കളിക്കാൻ കൂട്ടുകാരെ തേടി ഇറങ്ങിയതാ. കളിക്കാൻ ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോൾ കുട്ടി എന്താ പറയുക? ഞാൻ നിൻ്റെ കൂടെ കളിക്കാമല്ലോ, നിൻ്റെ കൂടെ എന്നെയും കളിക്കാൻ കൂട്ടുമോ? നിനക്ക് എന്നെ ഇഷ്ടമാണോ? എന്നപ്പോൾ പൂമ്പാറ്റ, തീർച്ചയായും ഞാൻ നിന്നെ കൂട്ടാം. അപ്പോൾ അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ, ഒരു സംഭാഷണം സങ്കല്പിച്ച് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മലയാളവുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ മക്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നന്നായി എക്സാം എഴുതുക കേട്ടോ എല്ലാവരും. ഓൾ ദ ബെസ്റ്റ്. ദെൻ സീ അഗെയിൻ. താങ്ക് യു.